ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലെ 2 ടോപ്പിക്കുകളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് ദ സോയിൽ ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തേത് അബൌട്ട് ദ സോയിൽ കൺസിസ്റ്റൻസി. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്, സോയിൽ ക്ലാസിഫിക്കേഷൻ. സോയിൽ ക്ലാസിഫിക്കേഷൻ എന്ന ഹെഡിങ്ങിൽ 2 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ഈസ് ടു ഗീവ് ദ നെസസിറ്റി ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ, സെക്കൻഡ് ഗീവ് ദ IS classification of soil. Then what is soil classification and why it is necessary to classify the soil? So geotechnical engineer classifies soils into various groups. അതായത് സോയിലിനെ പല ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതിന് കാരണം എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് സോയിൽ ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് സച്ച് ദാറ്റ് സോയിൽ ഇൻ എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഹാവ് സിമിലർ ബിഹേവിയർ. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഒരേ ബിഹേവിയർ ഉള്ള സോയിലിനെ എല്ലാം ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യും. അങ്ങനെ സോയിലിനെ പല ഗ്രൂപ്പുകൾ, അതായത് നമ്മുടെ എർത്തിൽ ഡിഫറെൻറ്റ് വെറൈറ്റി, ലാർജ് വെറൈറ്റി ഓഫ് സോയിൽ ടൈപ്പ് അവൈലബിൾ ആണ്. എല്ലാ സോയിലിൻ്റെയും ബിഹേവിയർ ഒരുമിച്ച് സ്റ്റഡി ചെയ്യല്ല, ഓരോന്നിൻ്റെയും ബിഹേവിയർ സ്റ്റഡി ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് സിമിലർ ബിഹേവിയർ ഉള്ള സോയിലിനെ എല്ലാം ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ അസൈൻ ചെയ്യും. എന്നിട്ട് ആ ഗ്രൂപ്പിലുള്ള സോയിലിൻ്റെ പ്രോപ്പർട്ടീസ്, ആ ഒരു ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ സ്റ്റഡി ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരോ സോയിലിനെ പല ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദെൻ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് സോയിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നെസസിറ്റി എന്താണെന്ന് കൂടെ നോക്കാം. ഇറ്റ് ഈസ് മോർ കൺവീനിയൻറ്റ് ടു സ്റ്റഡി ബിഹേവിയർ ഓഫ് ഗ്രൂപ്പ് ദാൻ ദാറ്റ് ഓഫ് ഇൻഡിവിജ്വൽ സോയിൽ. ജസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ്, ഓരോ ഇൻഡിവിജ്വൽ സോയിലിൻ്റെ പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ടുള്ള എന്താണ്, ആ ഒരു ഫുൾ സോയിൽ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഐഡിയ ഓഫ് ആവറേജ് പ്രോപ്പർട്ടീസ് ഓഫ് എ സോയിൽ ടൈപ്പ് ഈസ് ഗ്രേറ്റ് കൺവീനിയൻറ്റ് ഇൻ എ റൂട്ടീൻ ടൈപ്പ് ഓഫ് സോയിൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ്. ഇപ്പോൾ നമുക്ക് ഒരു സൈറ്റിൽ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സൈറ്റിലെ സോയിൽ ഏതാണ്, അത് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണെന്നും അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഏത് ഗ്രൂപ്പിലാണെന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ ആ സോയിലിനെ പറ്റിയുള്ള ആ ഗ്രൂപ്പിൻ്റെ ഐഡിയ നോക്കിയാൽ മതി, ആ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിയാൽ മതിയെങ്കിൽ അതായിരിക്കും ആ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് പ്രോജക്റ്റിനും, അതായത് നമ്മൾ ഫൗണ്ടേഷൻ മെറ്റീരിയൽ, ഫൗണ്ടേഷന് ഈ മെറ്റീരിയൽ സോയിൽ ടൈപ്പ് സ്യൂട്ടബിൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി അതിൻ്റെ പ്രോപ്പർട്ടീസ് അറിയണം. ആ പ്രോപ്പർട്ടീസ് അറിയാൻ വേണ്ടി ആ സോയിൽ ഏത് ഗ്രൂപ്പിലാണെന്ന് നോക്കിയാൽ മതി. ആ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഈസ് ടു സോയിലിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ if the classification of soil has been done according to some standard soil classification system, its properties and behavior can be estimated based on experience gained from similar soils elsewhere. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രകാരം സോയിലിനെ ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ അങ്ങനെ നമുക്ക് ഓരോ സോയിലിനെയും ലോകത്തിൻ്റെ ഏത് കോർണറിലുള്ള ഏത് സോയിലും നമുക്ക് ഏത് ഗ്രൂപ്പിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് അതിൻ്റെ പ്രോപ്പർട്ടീസ് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ല സ്യൂട്ടബിൾ ആയിരിക്കും. ദെൻ യൂസ്ഫുൾ ഇൻ ദി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ബിറ്റ്വീൻ ജിയോടെക്നിക്കൽ എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഒരു യൂണിഫൈഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്, എല്ലായിടത്തും ഒരേപോലെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് എങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് പരസ്പരം, അതായത് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ദി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ സെയിം ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഏത് പോയിന്റിലുള്ള ഏത് സോയിലാണെങ്കിലും നമുക്ക് ആ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഈ ക്ലാസിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. സോയിൽ ഈസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ സോയിൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ മെയിനായിട്ട് പെർഫോം ചെയ്യുന്നത് ഇൻഡെക്സ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, സോയിലിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി കാറ്റഗറീസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്. അപ്പോൾ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സോയിൽ പ്രോപ്പർട്ടീസിനെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്നാണ് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എന്താണ്, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് കുറച്ചും കൂടി ഇലാബറേറ്റ് ആണ്. അപ്പോൾ ഇലാബറേറ്റ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ആ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ചും കൂടെ ഒരു ലബോറിയസ് പ്രോസസ്സാണ്. അതായത് ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ കംപ്രസിബിലിറ്റി കാറ്റഗറീസ് കണ്ടുപിടിക്കുക. അതൊക്കെ ആ കാറ്റഗറീസ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ എക്സാക്റ്റ് ഒരു സോയിലിൻ്റെ ബിഹേവിയറിനെ പറ്റി ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. പക്ഷേ ആ ഒരു എക്സാക്റ്റ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഇൻഡെക്സ് പ്രോപ്പർട്ടീസിനെ പറ്റിയുള്ള സ്റ്റഡി നടത്തും. അതായത് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ സോയിലിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി കാറ്റഗറീസ് കണ്ടുപിടിക്കുക. അത് കുറച്ചും കൂടി റിലേറ്റീവ്ലി ഈസിയാണ്, സീവ് അനാലിസിസ് ഒക്കെ പെർഫോം ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ സോയിലെ ക്ലാസിഫൈ ചെയ്യുന്ന ഈ ഇൻഡെക്സ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ദിസ് സോയിൽ ക്ലാസിഫിക്കേഷൻ ഇസ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എക്സാക്ട് അനാലിസിസ് ഫോർ ഫൈനൽ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്. ദ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി ഷുഡ് ബി ഡിറ്റർമൈൻഡ് ബൈ കണ്ടക്ടിങ് ഇലാബറേറ്റ് ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു സോയിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവറേജ് ഒരു ഐഡിയ സോയിലിനെ പറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഒരു എക്സാക്റ്റ് ബിഹേവിയർ പ്രിഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഇലാബറേറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് തന്നെ ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ എന്താണ് സോയിൽ ക്ലാസിഫിക്കേഷൻ എന്നും ക്ലാസിഫിക്കേഷൻ്റെ നെസസിറ്റി എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ സോയിൽ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ വെറൈറ്റി ഏതൊക്കെ സിസ്റ്റംസ് അവൈലബിൾ ആണെന്ന് നോക്കാം. ഇതുപോലെ 5 സിസ്റ്റംസ് അവൈലബിൾ ആണ്. പാർട്ടിക്കിൾ സൈസ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്, ടെക്സ്ചർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ആസ്റ്റോ AASHTO ആസ്റ്റോ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, യൂണിഫൈഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ USC, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ISC. ഇതിൽ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. ദിസ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അഡോപ്റ്റഡ് ബൈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, അതായത് BIS അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. ഇതിൽ 3 ബ്രോഡ് ഡിവിഷനായിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ സോയിലിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കോഴ്സ് ഗ്രൈൻഡ് സോയിൽ, സെക്കൻഡ് ഫൈൻ ഗ്രൈൻഡ് സോയിൽ ആൻഡ് തേർഡ് ഹൈലി ഓർഗാനിക് സോയിൽ. അപ്പോൾ കോഴ്സ് ഗ്രൈൻഡ് സോയിൽ എന്ന് വെച്ചാൽ എന്താണ്? 75 മൈക്രോൺ സീവ് എടുക്കുക. ആ 75 മൈക്രോൺ സീവിന് 50% ഓഫ് ദി മെറ്റീരിയൽ റിട്ടൈൻ ചെയ്യുവാണെങ്കിൽ അത് കോഴ്സ് ഗ്രൈൻഡ് സോയിലാണ്. ഇനി ആ 75 മൈക്രോൺ സീവിൽ കൂടെ 50% ഓഫ് ദി ടോട്ടൽ മെറ്റീരിയൽ ടേക്കൺ പാസ് ചെയ്യുവാണെങ്കിൽ അതെന്തായിരിക്കും? ഫൈൻ ഗ്രൈൻഡ് സോയിലായിരിക്കും. അപ്പോൾ 50% പാർട്ടിക്കിളും 75 മൈക്രോൺ റിട്ടൈൻ ചെയ്യുന്ന സോയിലിനെ നമ്മൾ കോഴ്സ് ഗ്രൈൻഡ് സോയിൽ എന്ന് വിളിക്കും. 50% പാർട്ടിക്കിൾസും 75 മൈക്രോൺ സീവിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഫൈൻ ഗ്രൈൻഡ് സോയിൽ എന്ന് വിളിക്കും. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, ഹൈലി ഓർഗാനിക് സോയിൽ. അപ്പോൾ ലാർജ് പെർസെൻറ്റേജ് ഓഫ് ഓർഗാനിക് മാറ്റർ സോയിലിൽ പ്രസൻ്റ് ആണെങ്കിൽ അത് ഓർഗാനിക് മാറ്ററിൻ്റെ കാരണം എന്തായിരിക്കും? ഡീകമ്പോസ്ഡ് വെജിറ്റേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്യൂരിഫൈഡ് മാറ്റർ എന്തെങ്കിലും കാരണം ഓർഗാനിക് കണ്ടൻറ്റ് സോയിലിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊരു സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് വിളിക്കും, ഹൈലി ഓർഗാനിക് സോയിൽ എന്ന് വിളിക്കും. അതിനെ പീറ്റ് എന്നാണ് ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ BIS ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ സോയിലിനെ 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കോഴ്സ് ഗ്രൈൻഡ് സോയിൽ, ഫൈൻ ഗ്രൈൻഡ് സോയിൽ ആൻഡ് ഹൈലി ഓർഗാനിക് സോയിൽ അല്ലെങ്കിൽ പീറ്റ്. ഇനി ഈ ക്ലാസിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു 3 ടൈപ്പ് അല്ലേ? കോഴ്സ് ഗ്രൈൻഡ്, ഫൈൻ ഗ്രൈൻഡ് ആൻഡ് പീറ്റ്. അങ്ങനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? കോഴ്സ് ഗ്രൈൻഡ്, ഫൈൻ ഗ്രൈൻഡ് ആൻഡ് പീറ്റ്. ഇതിലെ ക്ലാസിഫിക്കേഷനിൽ കോഴ്സ് ഗ്രൈൻഡിൽ 8 ഗ്രൂപ്പ് ഓഫ് സോയിൽ അവൈലബിൾ ആണ്. ഫൈൻ ഗ്രൈൻഡിലാണെങ്കിൽ 9 ഗ്രൂപ്പ് ഓഫ് സോയിലും അവൈലബിൾ ആണ്. പീറ്റിൽ ഒരേ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ടോട്ടൽ 8+9+1 അങ്ങനെ ടോട്ടൽ 18 ഗ്രൂപ്പ് ഓഫ് സോയിൽ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രകാരം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ 8 ഗ്രൂപ്പ് കോഴ്സ് ഗ്രൈൻഡ് സോയിലിനെ തന്നെ അടുത്ത സബ് ഡിവിഷൻ കോഴ്സ് ഗ്രൈൻഡ് സോയിലിനെ ഗ്രേവൽ എന്നും സാൻഡ് എന്നും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈൻ ഗ്രൈൻഡ് സോയിലിനെ സിൽറ്റ് ആൻഡ് ക്ലേസ്, ഫൈൻ ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ സിൽറ്റ് ആൻഡ് ക്ലേസ് ആണ്. സിൽറ്റ് ആൻഡ് ക്ലേസ് ലോ കംപ്രസിബിലിറ്റി, മീഡിയം കംപ്രസിബിലിറ്റി ആൻഡ് ഹൈ കംപ്രസിബിലിറ്റി എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആണ് നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പോകുന്നത്. അതിൽ കോഴ്സ് ഗ്രൈൻഡ് സോയിലിനെ 2 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ? ഗ്രാവലും സാൻഡും. ഗ്രേവലിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ G എന്ന ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഗ്രാവൽ എന്ന് പറയുമ്പോൾ എന്താണ്? സാൻഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 4.75 mm ISCV എടുക്കുക. ആ 4.75 mm ISCVയിൽ പാർട്ടിക്കിൾസ് റിട്ടൈൻ ചെയ്യുകയാണെങ്കിൽ, അതായത് 4.75 mm സൈസ് കൂടുതലാണെങ്കിൽ ഗ്രേവൽ 4.75 mm സൈസ് കുറവാണെങ്കിൽ, സ്മോൾ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സാൻഡ് എന്ന് വിളിക്കും. ഗ്രേവലിനെ G എന്ന ലെറ്റർ വെച്ചിട്ടും സാൻഡിനെ എന്ത് ലെറ്റർ വെച്ചിട്ടാണ്? S എന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലൈഡിൽ ആ ഫുൾ ക്ലാസിഫിക്കേഷനും ഞാൻ ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കോഴ്സ് ഗ്രൈൻഡ് സോയിലിനെ മെയിനായിട്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഗ്രേവലിനും സാൻഡെന്നും. ഗ്രേവലിന് G എന്ന ലെറ്ററും സാൻഡിനെ S എന്ന ലെറ്ററും വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഗ്രേവലിനെ തന്നെ വീണ്ടും 4ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. WCPM. W എന്ന് വെച്ചാൽ വെൽ ഗ്രേഡഡ് ആണെന്നാണ് അർത്ഥം. C എന്ന് വെച്ചാൽ ക്ലേ കണ്ടന്റ്, അതായത് ക്ലേ പാർട്ടിക്കിൾസ് കുറച്ചുകൂടെ പ്രസൻസ് ഉള്ള ഗ്രേവൽ ആണെങ്കിൽ ക്ലേ ഈ ഗ്രേവൽ എന്ന് വിളിക്കും. ദെൻ ഇത് പൂവർലി ഗ്രേഡഡിനെയാണ് P ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. M ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിൽറ്റ്, അതായത് നമ്മൾ ഫൈൻ ഗ്രൈൻഡ് സോയിൽ എന്ന് പറയുമ്പോൾ സിൽറ്റും ക്ലേയും ആവും. ക്ലേയിനേക്കാളും കുറച്ചും കൂടെ സൈസ് കൂടുതലുള്ള പാർട്ടിക്കിൾസ് ആണ് എന്ത്? സിൽറ്റ്. ഇനി ഗ്രേവലിൽ സിൽറ്റിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യും? M എന്ന് ഡിനോട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ കോഴ്സ് ഗ്രൈൻഡ് സോയിലിനെ എങ്ങനെയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു? GW, GC, GP, GM ഇങ്ങനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇതാണ് 4 ടൈപ്പ്. അതായത് GM, GW എന്ന് വെച്ചാൽ എന്താണ്? വെൽ ഗ്രേഡഡ് ഗ്രേവൽ. ദെൻ GC എന്ന് വെച്ചാൽ എന്താണ്? ക്ലേ ഗ്രേവൽ. GP എന്ന് വെച്ചാൽ എന്താണ്? പൂവർലി ഗ്രേഡഡ് ഗ്രേവൽ. ദെൻ GM എന്ന് വെച്ചാൽ എന്താണ്? സിൽറ്റി ഗ്രേവൽ. ഇതുപോലെ തന്നെ സാൻഡിനെ ഇതുപോലെ തന്നെ W, അതായത് വെൽ ഗ്രേഡഡ് സാൻഡ്, ക്ലേ സാൻഡ്,
poorly graded sand, then silty sand എന്നിങ്ങനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ 4 ടൈപ്പ് ഉണ്ട്, ഇവിടെയും 4 ടൈപ്പ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ എത്രയുണ്ട്? 4 + 4 that is equal to 8 ഗ്രൂപ്പ് ഓഫ് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രകാരം ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ 8 ടൈപ്പ് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ ഉണ്ട് എന്ന്. അപ്പോൾ GC എന്ന് വെച്ചാൽ എന്താണ്? ക്ലേ ഗ്രേവൽ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഫൈൻ ഗ്രൈൻഡ് സോയിലിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ഫൈൻ ഗ്രൈൻഡ് സോയിലിനെ നമ്മൾ പറഞ്ഞിരുന്നു കോഴ്സ് ഗ്രൈനിനെ ഗ്രേവൽ, സിൽറ്റ് എന്ന് രണ്ടായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഫൈൻ ഗ്രൈനിനെ എന്താണ്? സിൽറ്റ് ആൻഡ് ക്ലേസ് ഓഫ് ലോ കംപ്രസിബിലിറ്റി, സിൽറ്റ് ആൻഡ് ക്ലേസ് ഓഫ് മീഡിയം കംപ്രസിബിലിറ്റി, സിൽറ്റ് ആൻഡ് ക്ലേസ് ഓഫ് ഹൈ കംപ്രസിബിലിറ്റി എന്നിങ്ങനെ 3 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ലോ കംപ്രസിബിലിറ്റിനെ L എന്ന ലെറ്റർ വെച്ചിട്ട്, മീഡിയം കംപ്രസിബിലിറ്റിനെ I എന്ന ലെറ്റർ വെച്ചിട്ട്, ഹൈ കംപ്രസിബിലിറ്റിയുള്ള സിൽറ്റ് ആൻഡ് ക്ലേനെ H എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി 3 വീണ്ടും എഗെയിൻ 3 ഡിവിഷനായിട്ട് അല്ലെങ്കിൽ 3 സബ് ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. MCO, ഓരോന്നും MCO എന്നാണ്. ഇതിൽ M ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഓർഗാനിക് സിൽറ്റ് ആൻഡ് ഫൈൻ സാൻഡ്. ഓർഗാനിക് സിൽറ്റിനെയും ഫൈൻ സാൻഡിനെയും, അതായത് സിൽറ്റിൻ്റെ പ്രസൻസിനെയാണ് M എന്ന ലെറ്റർ പോലെ തന്നെ ഡിനോട്ട് ചെയ്യുന്നത്. C എന്തിനെയാണ്? ക്ലേ കണ്ടന്റ് ഉള്ളതിനെയാണ്. അതായത് ക്ലേ, ഇത് രണ്ടും ഇൻഓർഗാനിക് ആണ്. എമ്മും സിയും ഇൻഓർഗാനിക് സിൽറ്റ് ആണെങ്കിൽ M, ഇൻഓർഗാനിക് ക്ലേ ആണെങ്കിൽ C. ഇനി ഓർഗാനിക് സിൽറ്റോ ക്ലേയോ ആണെങ്കിൽ O എന്ന ലെറ്റർ ഉപയോഗിക്കും. അപ്പോൾ M എന്നുള്ള ലെറ്റർ എന്താണ്? ഇൻഓർഗാനിക് ആയിട്ടുള്ള സിൽറ്റ്. C എന്താണ്? ഇൻഓർഗാനിക് ആയിട്ടുള്ള ക്ലേ. O എന്താണ്? ഓർഗാനിക് ആയിട്ടുള്ള സിൽറ്റും ക്ലേയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രൂപ്പാണ് O. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? സപ്പോസ് ML എന്ന് വിളിച്ചാൽ ഇൻഓർഗാനിക് സിൽറ്റ് വിത്ത് ലോ കംപ്രസിബിലിറ്റി എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര ഗ്രൂപ്പ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി? അതായത് ML എന്ന് വെച്ചാൽ എന്താണ്? ഇൻഓർഗാനിക് സിൽറ്റ് വിത്ത് ലോ കംപ്രസിബിലിറ്റി. ഇനി CL എന്ന് വിളിച്ചാൽ എന്തായിരിക്കും? ഇൻഓർഗാനിക് ക്ലേ വിത്ത് ലോ കംപ്രസിബിലിറ്റി. ഇതുപോലെ തന്നെ OL എന്ന് വിളിച്ചാൽ എന്തായിരിക്കും? ഓർഗാനിക് സിൽറ്റോ ക്ലേ വിത്ത് ലോ കംപ്രസിബിലിറ്റി. ഇതുപോലെ നമുക്ക് എന്തൊക്കെ പറയാം? MI പറയാം, CI, OI. ഇതുപോലെ തന്നെ MH, CH, OH. അങ്ങനെ 3+, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3. അപ്പോൾ 3+3+3 അങ്ങനെ ടോട്ടൽ 9 ഫൈൻ ഗ്രൈൻഡ് സോയിലിൻ്റെ ഗ്രൂപ്പ് ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ പ്രകാരം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോഴ്സ് ഗ്രൈൻഡ് സോയിൽ എത്രയാണെന്ന് പറഞ്ഞാൽ ടോട്ടൽ 8, ഫൈൻ ഗ്രൈൻഡ് സോയിൽ ടോട്ടൽ എത്രയുണ്ട്? 9. ഇനി ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട്, പീറ്റ്. അതിൽ ഒറ്റൊരു ഗ്രൂപ്പേ ഉള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ GW, അതായത് ഗ്രേവലിൻ്റെ 4, ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതെല്ലാം ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഗ്രേവലിൻ്റെ 4 അല്ലേ? GW, GP, GM, GC സാൻഡ് വെച്ചിട്ടുള്ള, ഇതുപോലെ തന്നെ WPMSC വെച്ചിട്ടുള്ള സാൻഡ് വെച്ചിട്ടുള്ളത് 4 അങ്ങനെ ടോട്ടൽ കോഴ്സ് സോയിലിലെ 8 ക്ലാസിഫിക്കേഷൻ. ഇനി ഫൈൻ ഗ്രൈൻഡ് സോയിലിൻ്റെ ലോ കംപ്രസിബിലിറ്റിയുടെ സിൽറ്റ് വെച്ചിട്ടുള്ള ലോ, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഹൈ അങ്ങനെ 3. ഇനി ക്ലേ കണ്ടൻ്റ് ഉള്ള LIH ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഓർഗാനിക് കണ്ടൻ്റ് ഉള്ള, അതായത് ഓർഗാനിക് ക്ലേയും സിൽറ്റും ഉള്ള 3. അങ്ങനെ 3+3+3 അങ്ങനെ ടോട്ടൽ 9 എണ്ണമാണ് ഈ ക്ലാസിഫിക്കേഷനിൽ. പീറ്റിൻ്റെ ഒരെണ്ണം. അപ്പോൾ 8+9+1 അങ്ങനെ ടോട്ടൽ 18 ഗ്രൂപ്പ്സ് ഓഫ് സോയിൽ IS ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രകാരം എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് അബൌട്ട് ദ കൺസിസ്റ്റൻസി ഓഫ് സോയിൽ. അപ്പോൾ സോയിലിൻ്റെ കൺസിസ്റ്റൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 ടോപ്പിക്കുകളായിട്ടാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഈ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ടോപ്പിക്ക് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഗോയിങ് ടു ഡിഫൈൻ ദ അൾട്ടിമേറ്റ് ലിമിറ്റ് ഓഫ് സോയിൽ. അപ്പോൾ നമുക്ക് എന്തെന്ന് നോക്കാം. കൺസിസ്റ്റൻസി എന്നുള്ള ടേമാണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. And this term is mainly used for fine grained soil. Fine grained soil എന്ന് പറഞ്ഞാൽ എന്താണ്? സിൽറ്റോ ക്ലേയോ ആവാം. ഇതിൽ മെയിനായിട്ട് നമ്മൾ ക്ലേക്കാണ് ഈ കൺസിസ്റ്റൻസി എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. Then consistency of a fine grained soil is a physical state in which it exists. ആ സോയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന ടേം കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ സോയിൽ കാണുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്, എൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫിസിക്കൽ ഫോം എങ്ങനെയാണ്, അതാണ് കൺസിസ്റ്റൻസി എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് സോയിലിൻ്റെ ഫേംനെസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൂടി ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതായത് നമ്മളൊരു സോയിലിനെ നോക്കുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ആ സോയിൽ സോഫ്റ്റ് ആയിട്ട് തോന്നും. വാട്ടർ കണ്ടൻറ്റ് ഒരു മീഡിയം ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റിഫ് എന്നോ മീഡിയം എന്നോ വിളിക്കും.
ഇനി വാട്ടർ കണ്ടന്റ് ഒട്ടുമില്ലാത്ത ഡ്രൈ സോയിൽ ആണെങ്കിലോ ദാറ്റ് ഈസ് സെറ്റ് ടു ബി ഹാർഡ്. അപ്പോൾ അത് പുറമേ നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ് നോക്കിയിട്ടാണ് നമ്മളതിനെ കൺസിസ്റ്റൻസി, ആ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റിനെയാണ് കൺസിസ്റ്റൻസി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. term mostly used for fine grained soil, അതായത് പ്രധാനമായിട്ടും ക്ലേക്കാണ്. ഫൈൻ ഗ്രൈൻഡ് സോയിൽ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്, അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. ഒന്നെങ്കിൽ അത് സോഫ്റ്റ് ആവാം, മീഡിയം ആവാം, അല്ലെങ്കിൽ ഹാർഡ് ആവാം, അല്ലെങ്കിൽ സോഫ്റ്റ് ആവാം, ഫേം ആവാം, ഹാർഡ് ആവാം. അപ്പോൾ ആ സോയിലിൻ്റെ ഫേംനെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് കൺസിസ്റ്റൻസി. ഇനി കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേക്കും വാട്ടർ കണ്ടന്റ് അനുസരിച്ച് മാറും അല്ലേ. താഴെ പറയുന്ന ഫിഗറിലേക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ നോക്കി, ഇവിടെ വാട്ടർ കണ്ടന്റ് വളരെ കൂടുതലാണ്, നമ്മുടെ സോയിൽ ഓൾമോസ്റ്റ് ഫ്ലോ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ വാട്ടർ കണ്ടന്റ് കൂടുതലാകുമ്പോൾ ദാറ്റ് സോയിൽ ഫ്ലോസ് ലൈക്ക് എ ഫ്ലൂയിഡ്. ഇനി രണ്ടാമത്തെ കേസിലേക്ക് നോക്കിയാൽ നമുക്ക് ഈ കേസിൽ വാട്ടർ കണ്ടന്റ് കുറച്ചും കൂടെ കുറച്ചിട്ട് വന്നാൽ നമുക്ക് ക്ലേനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി വീണ്ടും ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് കുറച്ചാലോ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മോൾഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മോൾഡ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ മോൾഡ് ചെയ്തെടുത്താൽ ഈ സോയിൽ വെച്ച് മോൾഡ് ചെയ്തെടുത്താൽ എന്ത് പറ്റും, ക്രാക്സ് ഒക്കെ ഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു വീണ്ടും വാട്ടർ കണ്ടന്റ് ഈ ഒരു സ്റ്റേജിൽ നിന്ന് മോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിൽ നിന്ന് വീണ്ടും വാട്ടർ കണ്ടന്റ് കുറയ്ക്കുകയാണെങ്കിൽ മോൾഡ് ചെയ്താൽ പറ്റാത്ത അല്ലെങ്കിൽ പ്രോപ്പർലി മോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലേക്ക് വരും. വീണ്ടും വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ്ലി മാറ്റുവാണെങ്കിലോ അതൊരു വാട്ടർ കണ്ടന്റ് ഒട്ടുമില്ലാത്ത ഒരു സോളിഡ് സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വാട്ടർ കണ്ടന്റ് അനുസരിച്ച് കൺസിസ്റ്റൻസിയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, ആ സോയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഇങ്ങനെ വാട്ടർ കണ്ടന്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വോളിയം എങ്ങനെയാണ്, അതിൻ്റെ വോളിയം എങ്ങനെയാണ്, വാട്ടർ കണ്ടന്റ് ഏറ്റവും കൂടുതലാണെങ്കിൽ സോയിലിൻ്റെ വോളിയം കൂടുതലായിരിക്കും അല്ലേ. വാട്ടർ കണ്ടന്റ് കുറയ്ക്കുന്നതനുസരിച്ച് അതിൻ്റെ വോളിയം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ. ഇനി ഒരു സ്വീഡിഷ് അഗ്രികൾച്ചർ എഞ്ചിനീയർ അട്ടർബർഗ് ആണ് ഈ ഫൈൻ ഗ്രെയിൻഡ് സോയിലിനെ 4 സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാമെന്ന് ഡിഫൈൻ ചെയ്തു. ആദ്യത്തെ സ്റ്റേറ്റാണ് നമ്മളിവിടെ പറഞ്ഞ ലിക്വിഡ് സ്റ്റേറ്റ്. രണ്ടാമത്തത് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റേറ്റിനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് വിളിക്കും. മൂന്നാമത്തത് സെമി സോളിഡ് സ്റ്റേറ്റ്, കംപ്ലീറ്റ്ലി വാട്ടർ കണ്ടന്റ്, അതായത് കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു സോയിലിൽ നിന്ന് ഓൾമോസ്റ്റ് വാട്ടർ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് എ സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഫറൻസ്, അതായത് വാട്ടർ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സോളിൽ നിന്ന് സെമി സോളിലേക്ക്, അതിൽ നിന്ന് പ്ലാസ്റ്റിക്കിൽ നിന്ന് അങ്ങനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ചേഞ്ചിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. വാട്ടർ കണ്ടന്റ് വേഴ്സസ് വോളിയം. അപ്പോൾ അല്ലേ നമ്മൾ സോയിലിൽ വെള്ളം ആഡ് ചെയ്താലായിരിക്കും അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുക. വെള്ളം കുറയും തോറും ആ സോയിലിൻ്റെ വോളിയം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ വാട്ടർ കണ്ടന്റും വോളിയവും നോക്കുവാണെങ്കിൽ വാട്ടർ കണ്ടന്റ് കൂടുന്നതനുസരിച്ച് വോളിയം കൂടും, വാട്ടർ കണ്ടന്റ് കുറയുന്നതനുസരിച്ച് വോളിയം കുറയും. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതായത് വാട്ടർ കണ്ടന്റ് കൂടുന്നതനുസരിച്ച് ഈ വോളിയത്തിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫ് ആയിരിക്കും. ഈ ഗ്രാഫിലെ റീജിയനെ നമുക്ക് പല പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൽ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പോർഷനാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും 3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റിനെ നമ്മൾ സെമി സോളിഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കും. മൂന്നാമത്തതാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. നാലാമത്തെ സ്റ്റേറ്റ് ആണ് ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ വോളിയം ഏറ്റവും ഹയസ്റ്റ് ആകുന്നത് എവിടെയാണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ വാട്ടർ കണ്ടന്റ് അവിടെ ഹയസ്റ്റ് ആയിരിക്കും. വാട്ടർ കണ്ടന്റ് കുറയുന്നതനുസരിച്ച് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് വരും, പിന്നീട് അത് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് വരും, ലാസ്റ്റ് അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റ് എന്താണ്, അതായത് ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റുള്ള സോയിലിൽ വാട്ടർ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റാണ് ലിക്വിഡ് സ്റ്റേറ്റ്. ഈ ഒരു സ്റ്റേറ്റിൽ ഇത് ലിക്വിഡ് ഇറ്റ് വിൽ ഫ്ലോ ലൈക്ക് ഫ്ലൂയിഡ്. ഇതിലൊന്നും ഒരു ഷിയർ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. ഷിയർ റെസിസ്റ്റൻസ് അറിയാം അല്ലേ, നിങ്ങൾ ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക, ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ ആ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സോയിലിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ ഫോഴ്സിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഷിയർ റെസിസ്റ്റൻസ് ഇല്ല, അതിന് ഷിയർ സ്ട്രെങ്ത് ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ സോയിലിനില്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. പ്ലാസ്റ്റിക് സ്റ്റേജിൽ സോയിൽ നമ്മൾ പ്ലാസ്റ്റിക് ഒരു ഫോമിൽ പ്ലാസ്റ്റിക് ആണ്, അത് സോയിൽ ബിക്കംസ് പ്ലാസ്റ്റിക് ആൻഡ് ഇറ്റ് ക്യാൻ ബി മോൾഡഡ് ഇൻ ടു വേരിയസ് ഷേപ്പ്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കൊണ്ടുവരാം. അതായത് ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കെ അതിൻ്റെ വാട്ടർ കണ്ടന്റിനെ കുറച്ചുവാണെങ്കിൽ ആ സോയിൽ ഏത് സ്റ്റേറ്റിലേക്ക് വരും, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് വരും. ദിസ് ഇസ് എ സ്റ്റേജ് വെൻ ദ സാമ്പിൾ ചേഞ്ചസ് ഫ്രം പോസസിങ് നോ ഷിയർ സ്ട്രെങ്ത്. ലിക്വിഡ് സ്റ്റേറ്റിലാകുമ്പോൾ ഷിയർ സ്ട്രെങ്ത് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലെത്തുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റും, കുറച്ചൊക്കെ ഷിയർ സ്ട്രെങ്ത് കിട്ടും. അതായത് നിങ്ങൾ ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഈ സോയിലിന് കുറച്ചൊക്കെ ആ ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ ഷിയർ സ്ട്രെങ്തേ ഇല്ല, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഷിയർ സ്ട്രെങ്ത് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഷിയർ സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഷിയർ സ്ട്രെങ്ത് ഉള്ള അവസ്ഥയിലേക്ക് സോയിൽ വരുന്ന ഒരു ട്രാൻസാക്ഷനാണ് നമുക്ക് പ്ലാസ്റ്റിക് സ്റ്റേജിൽ കാണാൻ പറ്റുക.
ഇനി നമ്മുടെ മൂന്നാമത്തെ സെമി സോളിഡ് സ്റ്റേറ്റ്. ഈ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലുള്ള ഈ ഒരു സോയിലിൻ്റെ വാട്ടർ കണ്ടന്റ് വീണ്ടും കുറയ്ക്കുകയാണെങ്കിൽ അത് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് വരും. ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു രണ്ട് ഫിഗർ നോക്കിയാൽ മതി. ഇതിലെ ആദ്യത്തെ പ്ലാസ്റ്റിസിറ്റി ഉള്ള സോയിലാണെങ്കിൽ നമുക്ക് അതിന് ഇഷ്ടമുള്ള രൂപത്തിൽ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി സെമി സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു സോയിലാണ് നമ്മൾ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ക്രാക്സ് ഫോം ചെയ്യും. ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ് സെമി സോളിഡ് സ്റ്റേറ്റ്. സെമി സോളിഡ് സ്റ്റേറ്റ് നോക്കാൻ നോക്കിയാൽ വാട്ടർ കണ്ടന്റ് കുറഞ്ഞാൽ അതിനനുസരിച്ച് ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വോളിയം കുറയുകയാണ്. അപ്പോൾ വോളിയത്തിന് ചേഞ്ചുള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്ത്, സെമി സോളിഡ് സ്റ്റേറ്റ്. അതാണ് വോളിയം ഓഫ് ദി സോയിൽ ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ വാട്ടർ കണ്ടന്റ്. ദ സോയിൽ ഇൻ ദി സെമി സോളിഡ് സ്റ്റേറ്റ് ക്രാക്സ് വെൻ മോൾഡ്. ഈ സോയിലിനെ നമ്മൾ മോൾഡ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ അത് ക്രാക്ക് ചെയ്യും. ഇങ്ങനെ പെർഫെക്റ്റ്ലി മോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. വാട്ടർ കണ്ടന്റ് കുറച്ച് കുറവാണ്. കുറച്ചും കൂടെ വാട്ടർ കണ്ടന്റ് ഉള്ള സോയിലിനെ നമുക്ക് പ്ലാസ്റ്റിക് സ്റ്റേറ്റിനെ പോലെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മുടെ നാലാമത്തെ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്, സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിലെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഈ സെമി സോളിഡ് സ്റ്റേറ്റ് കഴിഞ്ഞാൽ അവിടെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവില്ല. അതായത് വാട്ടർ കണ്ടന്റ്, അതായത് സോയിലിന് പിന്നെ ഒരു സാച്ചുറേറ്റഡ് അവസ്ഥയിൽ നിൽക്കാൻ പറ്റില്ല. എന്നാൽ വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും. അപ്പോൾ വാട്ടർ കണ്ടന്റ് ഏറ്റവും കുറവുള്ള, വോളിയം ചേഞ്ച് ഇല്ലാത്ത ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോളിഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. നോട്ട് ചേഞ്ച് ഇൻ വോളിയം ഈസ് ഒബ്സർവ്ഡ് വിത്ത് ചേഞ്ച് ഇൻ വാട്ടർ കണ്ടന്റ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കൺസിസ്റ്റൻസി ഏതൊക്കെയാണ്, കൺസിസ്റ്റൻസിയുടെ 4 സ്റ്റേറ്റ് പഠിച്ചു അല്ലേ. അതായത് ലിക്വിഡ്, പ്ലാസ്റ്റിക്, ഏതന്നെ ലിക്വിഡ്, പ്ലാസ്റ്റിക്, സെമി സോളിഡ് ആൻഡ് സോളിഡ്. ഇനി നമ്മൾ അടുത്തത് കൺസിസ്റ്റൻസി ലിമിറ്റ് എന്താണ്, അതിനെ അറ്റോമിക് ലിമിറ്റ് എന്ന് വിളിക്കും. അതെന്താണെന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് വാട്ടർ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സോളിഡിൽ നിന്ന് സെമി സോളിഡിലേക്ക്, പ്ലാസ്റ്റിക്കിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ഇങ്ങനെ 4 സ്റ്റേറ്റ് ഉണ്ട്. ഈ ഓരോ സ്റ്റേറ്റിനും ഇടയിലുള്ള ട്രാൻസിഷൻ, ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ലിക്വിഡിൽ നിന്ന് പ്ലാസ്റ്റിക്കിലേക്ക് വരുന്ന ട്രാൻസിഷൻ പോയിന്റ്, ഇതാണ് ലിക്വിഡ് ലിമിറ്റ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൽ നിന്ന് സെമി സോളിഡിലേക്ക് വരുന്ന സ്റ്റാൻഡ്, അതിലാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ദെൻ സെമി സോളിഡിൽ നിന്ന് സോളിഡിലേക്ക് വരുമ്പോഴുള്ള ആ ട്രാൻസിഷൻ പോയിന്റ് നമ്മൾ എന്ത് വിളിക്കും, ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഡെക്സ് പ്രോപ്പർട്ടി ഓഫ് സോയിലാണ്. ദെൻ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ മാസ് പാസസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു ദ നെക്സ്റ്റ്, അതിനാണ് കൺസിസ്റ്റൻസി ലിമിറ്റ്. എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്, ഇറ്റ് ഈസ് എ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ മാസസ് പാസസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു ദ നെക്സ്റ്റ്. അതായത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് മാറുന്ന ലിമിറ്റാണ് ഒരു കൺസിസ്റ്റൻസി ലിമിറ്റ്. പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡിലേക്ക് സ്റ്റേറ്റിലേക്ക് മാറുന്നത്, സെമി സോളിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്. അങ്ങനെ നമുക്ക് 3 കൺസിസ്റ്റൻസി ലിമിറ്റ് ഉണ്ട്. ആദ്യത്തെ നമ്മൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് വിളിക്കും, രണ്ടാമത്തെ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കും, മൂന്നാമത്തെ എന്ന് വിളിക്കും ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ പഴയ ഗ്രാഫിൽ, അതായത് ഓയിസ്റ്റർ കണ്ടന്റും സാമ്പിൾ വോളിയം വേഴ്സസ് ഓയിസ്റ്റർ കണ്ടന്റുള്ള ഈ ഗ്രാഫിൽ നമുക്ക് ആ 3 ലിമിറ്റിനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ലിക്വിഡ് ഫേസിൽ നിന്ന് പ്ലാസ്റ്റിക് ഫേസിലേക്കുള്ള ആ ചേഞ്ച് ലിക്വിഡ് ലിമിറ്റ് എന്ന് വിളിക്കും. പ്ലാസ്റ്റിക് എന്ന സെമി സോളിഡ് സ്റ്റേറ്റിലേക്കുള്ള ചേഞ്ചിന് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കും. ദെൻ സെമി സോളിഡ് എന്ന സോളിഡ് സ്റ്റേറ്റിലേക്കുള്ള ചേഞ്ചിനെ ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ കൺസിസ്റ്റൻസി ലിമിറ്റിൽ 3 നമ്മൾ ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ശ്രിങ്കേജ് ലിമിറ്റ് എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോട് ഒരുമിച്ച് കാണിച്ചിരിക്കുന്നു. ഇനി എന്താണ് ലിക്വിഡ് ലിമിറ്റ്? ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന വാട്ടർ കണ്ടന്റ് അല്ലെ. എക്സസിൽ ഏതാണ് വാട്ടർ കണ്ടന്റ്. ദ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു ദ പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. ദ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് ടു ദ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് is known as liquid limit. The water content, or it is a water content at which the soil stop being liquid. അല്ലെ, ലിക്വിഡ് സ്റ്റേറ്റ് കഴിഞ്ഞാൽ സോയിൽ ലിക്വിഡ് ആണോ, അല്ല അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് വന്നു. ഇതിന് ഈസ് എ ലോവസ്റ്റ് വാട്ടർ കണ്ടന്റ് അല്ലെ, വാട്ടർ കണ്ടന്റ് കുറയാണ്. at which the soil becomes solid. at which the soil becomes solid അല്ല ലിക്വിഡ്. അതായത് ഇത് കഴിഞ്ഞാൽ, ഈ ലിക്വിഡ് ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാണ്. ലിക്വിഡ് ലിമിറ്റ് അതിൻ്റെ ഇപ്പുറത്തേക്കാണെങ്കിൽ ലിക്വിഡ് സോയിൽ ഇൻ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇനി അടുത്തതാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്. പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാസ്റ്റിക്കിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴുള്ള വാട്ടർ കണ്ടന്റ്. ദ വാട്ടർ കണ്ടന്റ് at which the soil stop being plastic and changes to semi solid state is called plastic limit. ഇനി നമ്മുടെ ശ്രിങ്കേജ് ലിമിറ്റ്, മൂന്നാമത്തെ ശ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ചേഞ്ചസ് ഫ്രം സെമി സോളിഡ് ടു ദ സോളിഡ് സ്റ്റേറ്റ്. ശ്രിങ്കേജ് ലിമിറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദി ലോവസ്റ്റ് വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ഫുൾ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. അതായത് വാട്ടർ കണ്ടന്റ് ഏറ്റവും കുറഞ്ഞതാണ് ശ്രിങ്കേജ് ലിമിറ്റ് അല്ലേ. അതായത് ലിക്വിഡ് ലിമിറ്റിനേക്കാളും പ്ലാസ്റ്റിക് ലിമിറ്റിനേക്കാളും വാട്ടർ കണ്ടന്റ് എവിടെ കുറവായിരിക്കും, ശ്രിങ്കേജ് ലിമിറ്റിൽ. വാട്ടർ കണ്ടന്റ് കുറവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രിങ്കേജ് ലിമിറ്റ് കഴിഞ്ഞാൽ ഈ സോയിലിൽ സാച്ചുറേറ്റഡ് അവസ്ഥയിൽ നിൽക്കാൻ പറ്റില്ല. സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്, സോയിലെ എല്ലാ വോയിഡ്സിലും എന്ത് ഫിൽ ചെയ്യും, വാട്ടർ ഫിൽ ചെയ്യും.
അപ്പോൾ സാച്ചുറേറ്റഡ് അവസ്ഥയിൽ എന്തായാലും ശ്രിങ്കേജ് ലിമിറ്റ് കഴിഞ്ഞാൽ നിൽക്കില്ല, കാരണം വാട്ടർ കണ്ടന്റ് കുറവാണ്, കുറേ വേർഡ്സിൽ എയർ തന്നെ ആയിരിക്കും. അപ്പോൾ ശ്രിങ്കേജ് ലിമിറ്റ് can also be defined as the lowest water content at which soil is fully saturated. Then below the shrinkage limit, volume of soil mass remains constant. അല്ലെങ്കിൽ shrinkage limit കഴിഞ്ഞാൽ ഈ സോയിലിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. Thus, the shrinkage limit is the lowest water content at which the soil stops shrinking. അതായത് ഈ shrinkage limit കഴിഞ്ഞാൽ സോയിലിന് പിന്നെ വോളിയം ചേഞ്ച് ഇല്ല, അതായത് shrinkage ഇല്ല, അതായത് lowest water content at which the soil stops shrinking and further attains a constant volume. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 ലിമിറ്റ്: ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, shrinkage ലിമിറ്റ്. മൂന്ന് നമുക്ക് ഈസി ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ലിക്വിഡ് ലിമിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് ടു പ്ലാസ്റ്റിക്. ദെൻ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്താണ്? വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ ചേഞ്ചസ് ഫ്രം പ്ലാസ്റ്റിക് ടു സെമി സോളിഡ്. ദെൻ shrinkage ലിമിറ്റ് എന്താണ്? വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ ചേഞ്ചസ് ഫ്രം സെമി സോളിഡ് ടു ദ സോളിഡ് സ്റ്റേറ്റ്. ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്, ദാറ്റ് ഈസ് ദ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ റേഞ്ച് ഓഫ് കൺസിസ്റ്റൻസി വിത്തിൻ വിച്ച് ദ സോയിൽ എക്സിബിറ്റ് പ്ലാസ്റ്റിക് പ്രോപ്പർട്ടീസ്. പ്ലാസ്റ്റിക് പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്ന സോയിലിൻ്റെ റേഞ്ചിനെയാണ്, കൺസിസ്റ്റൻസി റേഞ്ചിനെയാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഏതായിരിക്കാം? ഇപ്പോൾ പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? ഈ ലിക്വിഡ് ലിമിറ്റിനും പ്ലാസ്റ്റിക് ലിമിറ്റിനും ഇടയിലാണ് സോയിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റേഞ്ചാണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ്? ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റാണ് കൂടുതൽ അല്ലെ, വാട്ടർ കണ്ടന്റ് കൂടുതൽ. അപ്പോൾ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ചെയ്താൽ നമുക്ക് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് കിട്ടും. This is denoted by IP or PA. IP സാധാരണ PA ആണ്, അതുപോലെ തന്നെ I സഫിക്സ് P എന്നാണ് ഡിനോട്ട് ചെയ്യുക.